ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നിരവധി അച്ചാറുകൾ, അതുപോലെ തന്നെ പപ്പടം ഉണ്ടാക്കുന്നൊരു ചേച്ചി. ആ ചേച്ചീനെ പരിചയപ്പെടാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇവരുടെ ഈ ഐറ്റങ്ങളൊക്കെ മായമില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ, അതുപോലെ തന്നെ പപ്പടം, മുളക് പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് മായം കലർന്നിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ നമുക്കറിയാം. ഇതെല്ലാം ഇവിടെ ശുദ്ധമായി ഇവർ തന്നെ തയ്യാറാക്കുന്ന സാധനങ്ങളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അച്ചാറുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി അച്ചാറുകളാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം ഓരോ തരം വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകളും, ഉപ്പിലിട്ട അതുപോലെ നെല്ലിക്ക, അതുപോലെ തന്നെ മാങ്ങ, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇതാണ് ആ ചേച്ചി. ആ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക്. എന്താ പേര്? എൻ്റെ പേര് സുധ. സുധ അല്ലേ? എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ചേട്ടൻ്റെ അച്ഛനായിട്ടുള്ള കടയാണിത്. ഞങ്ങൾ പപ്പടമാണ്, പൂരം പപ്പടം എന്നാണ്. ആദ്യമേ നല്ല പപ്പടം എന്നായിരുന്നു, പിന്നെ അത് പൂരം പപ്പടം എന്നാക്കി. മോളുടെ ഇവിടെ നാടനുസരിച്ചിട്ട് അങ്ങനെ മാറ്റിയതാണ്. പിന്നെ ഞാൻ കുറേശ്ശെ അച്ചാറുകളെല്ലാം ചെയ്യാൻ തുടങ്ങി. എല്ലാ സീസ് അച്ചാറുകളും, പിന്നെ ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഞങ്ങളുടെ കടയിൽ. മരടിലാണ് കട. ഇത് കൂടാണ്ട് വേറെ കടയുണ്ടോ? പിന്നെ ഇത് തന്നെ ഈ ഒരൊറ്റ കടയുള്ളൂ, വേറെ കടയില്ല അല്ലേ? ഇതൊക്കെ മക്കളാണോ? അല്ല, അതൊക്കെ ഞങ്ങൾ ജോലിക്കാരാ, പണിക്കാരല്ലേ? മാത്രമേ ഒരാളേ ഉള്ളു. ഇതെല്ലാം അപ്പൊ ഉണ്ടാക്കുന്ന ചേച്ചിയാണ്? ഞാൻ ഉണ്ടാക്കുന്നതല്ല, കൂടെ സഹായിക്കുന്നക്കാരൻ കൂടി സഹായിച്ചു തരും. പിന്നെ കിച്ചന്റെ ഒരു ചേച്ചി ഉണ്ട്, അവർക്ക് വീട്ടിൽ പോയേക്കുക. ചേച്ചിയാണ് സഹായിച്ചു തരുന്നത്. ഇവരാണ് കൂടുതൽ സഹായിക്കുന്നത്. എല്ലാ കൊണ്ടാട്ടൻ ഉണ്ടാക്കുന്നുണ്ട്, പാവയ്ക്ക. എന്തൊക്കെ അച്ചാറുകളുണ്ട്? ഇപ്പൊ കൊറേ സൈസുകളുണ്ട്. മീനുണ്ട്, പ്രധാനമായിട്ടും ആളുകൾ മേടിച്ചോണ്ട് ജാതിക്ക അച്ചാറുണ്ട്, പിന്നെ ബീഫ്, കൂടുതൽ ബീഫൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഈ വലിയ നാരങ്ങ അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാ അച്ചാറുകളും, എല്ലാ അച്ചാറുകളും, പിന്നെ കാന്താരി മുളക്. ഏറ്റവും കൂടുതൽ ചെലവുള്ള അച്ചാർ ഏതാണ്? ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ചെലവുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. പിന്നെ വിളിച്ച് പറയും, പിന്നെ അഴിച്ചു കൊടുക്കുന്നുണ്ടോ? അഴിച്ചു കൊടുക്കുക, കുറച്ച് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു കൊടുക്കും. കുറെ ആൾക്കാർ അഴിച്ചു കൊടുക്കുന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല പൊതുവേ നല്ല ഇതിൽ അഭിപ്രായമാണ് ഇതുവരെ കിട്ടിയത്. പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്, പുളിയിഞ്ചി ഉണ്ടല്ലേ? എല്ലാത്തിനും നല്ല പേരാണ്. നല്ല പേര്. പപ്പടത്തിൽ നിന്നാണ് തുടക്കം അല്ലേ? പപ്പടത്തിൽ നിന്ന് തുടങ്ങി പിന്നെ അച്ചാറിലേക്ക് മാറി. ബായ്, മലയാളമൊക്കെ പഠിച്ചാ? പഠിച്ചില്ല അല്ലേ? വിളിക്ക്. ശരിക്കും മലയാളമൊക്കെ അറിയാലോ. മോനോട് ചോദിക്കാനല്ല, കടയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനല്ല. ബായുടെ വീട് എവിടെ? ഒറീസ. ഇവിടെ എത്ര വർഷമായി? 2 വർഷമായി. ബായിക്ക് ഭയങ്കര നാണം അല്ലേ? കല്യാണം കഴിച്ചാ? കുഞ്ഞല്ലേ? ഫാമിലിയൊക്കെ ഇവിടെ? ഇവിടെ ഇല്ല അല്ലേ? എല്ലാരും അവിടെ? അത് ശരി. ചേട്ടൻ മരിച്ചുപോയി, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. മോളെ കെട്ടിച്ചേക്കണ മൂവാറ്റുപുഴയില്. താമസം ഇവിടെ തന്നെയാണ്? ഞാനിവിടെ തന്നെ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരനെ. മുകളിലിരിക്കുന്ന മാങ്ങ അല്ലേ? പഴുത്ത മാങ്ങയാണത്? ഓ, വെറൈറ്റി ആണ്. അപ്പൊ എല്ലാം പഴുത്ത മാങ്ങയുണ്ട്, പച്ചയുണ്ട് അല്ലേ?
അച്ചാറുകളുടെ ഒരു കലവറ തന്നെയാണല്ലേ. പഴുത്ത മാങ്ങ, പച്ച മാങ്ങ, ഈ മുളക് പൊടിയെല്ലാം ഇവിടെ തന്നെ പൊടിക്കണം. പൊടിയൊക്കെ നമ്മൾ കാശ്മീരി ഉണ്ട്, സാധാ മുളക് പൊടി ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുക അല്ലേ. സാമ്പാർ പൊടി ഉണ്ട്, ഓ, ഗരം മസാല. സാമ്പാർ പൊടിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിക്കണം. ജാമ്പക്ക ഉണ്ടല്ലേ. അത് റൂബിക്ക. റൂബിക്ക ഉണ്ടല്ലേ. അതനുസരിച്ച് ഉണ്ടാക്കും. ഓ, റൂബിക്ക ഇപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ ജാതിക്ക, റൂബിക്ക, അത് റൂബിക്കാണല്ലേ. പിന്നെ കാരക്ക ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കാരക്ക അത് കിട്ടിയില്ല. വേണ്ടാത്ത സാധനം നല്ല വിലയാണല്ലോ ഇപ്പൊ. അതെ അതെ. ഈ ജാമ്പക്ക അത് ചുമന്നത് ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇട്ട് വെച്ചേക്കാം. ആ ലൂവിക്ക പോലെ അത്രയും വലിപ്പമുള്ള ജാമ്പക്ക ഇല്ലേ, അത് ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കണുണ്ട്. പപ്പടം ഒറ്റ ടൈപ്പ് ഉള്ള എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? എല്ലാ സൈസ് ഉണ്ടല്ലേ. ആ, കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ എല്ലാ ടൈപ്പും ഉണ്ടല്ലേ. പപ്പടത്തിൽ നിന്നാണ് തുടക്കം. പഴക്കമുള്ള കടിയാ. ചേട്ടന്റെ അച്ഛനായിട്ട് 120 വർഷം പഴക്കമുള്ള കടയാണ്. ഇപ്പൊ നിങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുകയല്ലേ. അങ്ങനെ വന്നോ, അങ്ങനെ വന്നാണല്ലേ. ഇതിപ്പോ എത്ര നാളായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നു? എത്ര നാളിരിക്കും? ഒരു മാസമായി. അതൊക്കെ ഇന്നലെ ഇട്ടാണല്ലേ. ഇതെന്ത് മാങ്ങയാണ്? ഇതെന്ത് മാങ്ങയാണ് കിട്ടേക്കും? പേര് ഓർമ്മയില്ല അല്ലേ. എങ്ങനെയാ ചെയ്യുന്നത്? കഴുകിയിട്ട് ചെയ്യുന്നത് അല്ലേ. മുകളിലിരിക്കുന്ന എന്താണത്? അത് പറ്റുന്നതാണ്. അത് നമ്മൾ മേടിക്കണം. ഇത് പുറത്തുനിന്ന് മേടിക്കണം. ഇത് മല്ലി മുളക് പറയാനായിട്ട് നമ്മള് പൊടിക്കണമെന്ന് പറയാനായിട്ട് ഈ മല്ലി മുളകൊക്കെ നമ്മൾ പൊടിക്കാൻ സാധാരണ ചാക്കമ്മടി എടുത്തിട്ട് മില്ലി കൊണ്ടുപോയിട്ട് പൊടിക്കുള്ളൂ. നമ്മളതെല്ലാം പെറുക്കി മാറ്റിയിട്ടാണ് പൊടിക്കുന്നത്. എല്ലാം പെറുക്കി മാറ്റും. മുകളിൽ കൊണ്ടുപോയിട്ട് എല്ലാ കച്ചറകളും മല്ലിയാണെങ്കിലും കഴുകുവാണെങ്കിലും പെറുക്കി മാറ്റിയതാണല്ലേ. എല്ലാം പെറുക്കി മാറ്റും. മുകളിലിട്ടിട്ട് ഇവരെ കൊണ്ട് എല്ലാം പെറുക്കി മാറ്റി ക്ലിയർ ചെയ്തിട്ടേ പൊടിക്കുള്ളൂ. അത് തന്നെയാണ് നമ്മൾ അച്ചാറിനും ചേർക്കണേ. കാശ്മീരി മുളക് പൊടിക്ക് നല്ല വിലയുള്ള സാധനമാണ്. അതാണ് അതിന്റെ ഒരു ഗുണം അല്ലേ. അതിന്റെ കളർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. കാശ്മീരി മുളക് ഇതില്ലേ മനെ കാശ്മീരി. നല്ല കളറാണത്. ഇതെല്ലാം അതിന്റെ അടുത്ത് തന്നെ ചേട്ടൻ ഞങ്ങളോട് പറയും പൊടിക്കണത് നമ്മുടെ സുജാതയുടെ എവിടെയാ കൊട്ടാരത്തിൽ കടയുള്ള ചേട്ടൻ പൊടിക്കണേ. ആ ചേട്ടൻ പറയും സുധാമ കൊണ്ടുവന്ന പോലെ ആരും മുളക് കൊണ്ടില്ല. നമ്മൾ കൊടുക്കുന്ന സാധനം നന്നായിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ കിട്ടുന്നില്ലല്ലോ. എല്ലാം വിഷമല്ലേ. എല്ലാം വിഷമാണ്. ഇന്ന് കണ്ടിട്ട് ഇന്ന് ഒരു സാധനത്തിന് നമുക്ക് ഒന്നിനും തന്നെ പിന്നെ അച്ചാറൊക്കെ മുളക് പൊടിയില് പലയിടത്തും ഇഷ്ടിക പൊടിയും പല കളറൊക്കെ കൂട്ടി വരുന്നു പറയുന്നു. അതേപോലെ വെളിച്ചെണ്ണയില് അതെ വെളിച്ചെണ്ണയിലും ഭയങ്കര മായം ചേർത്ത് വരുന്നു. ഓയില് കരി ഓയില് ചേർക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആലുവയില് ഇപ്പൊ 3 സ്ഥലത്ത് പിടിച്ചില്ല. വെളിച്ചെണ്ണയിൽ കരി ഓയിലാണ് ചേർത്ത് വരുന്നത്. ഉഴുന്നുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ സാധനങ്ങളും നമ്മുടെ മുകളിൽ ഒറിജിനൽ ഉഴുന്നുകൂടിയിലാണ് അതിന് വിലയും കൂടുതലാണ്. ഒറിജിനൽ ഉഴുന്നുകൂടിക്ക് നല്ല വിലയാണ്. സാധാ ഈ മിഷീനും ഇല്ല. ഞങ്ങൾ കുഴയ്ക്കുന്നത് മാത്രമേ മിഷീനുള്ളൂ. ബാക്കി എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. ഇവര് എത്തിയിട്ട് ഇവര് കൈകൊണ്ട് ഇങ്ങനെ പണ്ടത്തെ അതിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഇടിക്കണമെന്ന് മാത്രം. ഇപ്പൊ ഇടിക്കണില്ല, കുഴക്കല് മാത്രമേ ഉള്ളൂ. കുഴച്ചിട്ട് ചെറിയ ചെറിയ പപ്പടമായിട്ട് വലുതാക്കി ഉണക്കി ഇതുപോലെ ആക്കി കൊണ്ടുവരും. ഇവിടെ പപ്പടം കൊമ്പളച്ച് എൻ്റെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. ഇതിനകത്തുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതിനകത്ത് പിണ്ടാന്ന ആ വീഡിയോ നമ്മളെ ഓണത്തിന് പപ്പടം കാച്ചത് ഉണ്ടായിരുന്നു.
വലിയതായിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചോണ്ട് നിൽക്കണം. അതുപോലെ ശരി. ഓണത്തിന് വലിയ പപ്പടമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 120 വർഷമായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ള സ്ഥാപനം അല്ലേ? ഇപ്പൊ ഞാൻ ചേട്ടന്റെ അച്ഛന്റെ നാലാമത്തെ തലമുറയാണ് ഞാൻ. അത് ശരി. എന്റെ അമ്മായിയച്ഛന്റെ അച്ഛനാണ് ഈ കട തുടക്കിക്കൊണ്ടിരുന്നത്. അമ്മായിയച്ഛൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മോനായി. മോനും മരിച്ചു കഴിഞ്ഞിട്ട് ഞാനാണ്. മോളുടെ ഭാര്യയാണ് ഞാൻ. ഇപ്പൊ എന്റെ തലമുറയിൽ നിന്ന് എന്റെ മോളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പൊ മൂവാറ്റൂരാണ്. ഇന്നലെ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കേരളം ഒട്ടാകെ അറിയപ്പെടട്ടെ. പുറത്തേക്ക് അഴക്കുന്നുണ്ടോ? പുറത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നതിനെ ഏൽപ്പിച്ചിട്ട് കൊണ്ടുപോകും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ബീഫ് അച്ചാറുണ്ടാക്കിയതാ. കൊച്ചു പറയും 2 എണ്ണം ഉള്ളൂട്ടോ സുധാമേ തീർന്നു. ബീഫൊക്കെ നല്ലോണം നല്ല ബീഫാണ് ഏറ്റവും കൂടുതൽ പോണത്. ബീഫും കേരയൊക്കെ പോകും. ചെമ്മീനും ഇപ്പൊ കിട്ടാനില്ല. ഭയങ്കര വിലയാ. ചെമ്മീനിപ്പോ സീസണല്ലോ. മാർച്ചിലാണ് സീസൺ കൂടുതലും. മേടിച്ചിട്ട് അവര് കൊണ്ടു നന്നാക്കി തന്നാലും ഞാൻ അതിന്റെ എല്ലാം പെറുക്കി കളഞ്ഞ് മീനാണേലും കൊണ്ടു കഴിഞ്ഞാൽ തലയെ മുള്ള. മീനൊക്കെ എവിടെ പോയി എടുക്കും? മെയിൻ മാർക്കറ്റിൽ വിളിച്ചു പറയുമ്പോ ഞങ്ങൾ പഴയ ചേട്ടന്റെ മോനുണ്ടാവും. ഇവിടുത്തെ മാർക്കറ്റ്, ചമ്പക്കര മാർക്കറ്റ്. കഴിഞ്ഞ ദിവസം 15 കിലോ ഉണ്ടാക്കിയത്. അപ്പൊ കുറച്ചുകൂടി ഉള്ളൂ. 2 ദിവസമേ ഉള്ളൂ 15 കിലോ ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ. ഓക്കെ. എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. സഹായികള് ഇവർ രണ്ടുപേരും അല്ലേ? ഇവര് രണ്ടുപേരും ഇവര് കടയിൽ വെക്കണം. പിന്നെ അവിടുത്തെ മോളിലെ പിള്ളേര് വന്ന് സഹായിക്കും. അവര് ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞു തരും. മുകളില് താമസക്കാരുണ്ട്. മുകളില് ഇവര് പപ്പടത്തിന്റെ പണിക്കാരുണ്ട്. ഓ, പണിക്കാര് എത്ര പേരുണ്ട്? അവരിപ്പോ മൊത്തം 10 പേരുണ്ട്. 10 പേരുണ്ടല്ലേ? ഇവിടെ നമ്മുടെ മലയാളികളോ അല്ലെ പുറത്തുള്ള? എല്ലാം ഇവര് തന്നെ. എല്ലാ ഇന്ത്യക്കാര് തന്നെ. എല്ലാം ഒരു 10 കൂടി വന്നാൽ 20-22 വയസ്സ് പത്തിലുള്ള പിള്ളേരാ. അവർക്ക് താഴേക്കുള്ള പിള്ളേർ. അവരൊക്കെ എവിടെ താമസിക്കും? എല്ലാം മുകളില് സൗകര്യമുണ്ട്. മുകളിൽ തന്നെയാണ് അല്ലേ? സൗകര്യം. ഭക്ഷണം എല്ലാം ഇവിടെ തന്നെ അവര് തന്നെ ചെയ്യുമോ അല്ല നമ്മൾ ചെയ്തോളൂ? ചോറും നമ്മൾ ചെയ്ത് കൊടുക്കും. കറികളൊക്കെ കറികളെല്ലാം നമ്മൾ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. ഞായറാഴ്ച ചിക്കൻ ഇല്ല ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഒരിക്കലാണുണ്ട്. അടുക്കളയിൽ ഒരു പെണ്ണുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇല്ല. വീട്ടിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ ചേച്ചിയുടെ നമ്പർ കൊടുത്തേക്കാം. ആവശ്യക്കാര് വിളിക്കും. വഴി നമ്മൾ കൊടുത്തേക്കാം കേട്ടോ. അതെ അതെ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. ആ, വഴി ഞാൻ കൊടുത്തോളാം. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഞാനിതിൻ്റെ അടിയിൽ കൊടുക്കും നമ്പർ. ആ നമ്പറിൽ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം. ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ തന്നെ തയ്യാറാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചാറുകളാണ്. അത് തന്നെ എൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ശുദ്ധമായുള്ള നല്ലെണ്ണയിൽ. അച്ചാറ് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ. ചക്കയുണ്ട്. ചക്കയുടെ സീസണല്ല, പക്ഷെ ഇവിടെ ചക്കയുണ്ട്. ഇവിടെ എപ്പോഴും ചക്കയുള്ളൊരു കടയാണ്. ഞാനെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണത്. ഇതല്ലേ അതെടു. ഇതാണ് അച്ചാറുകളുടെ പേര് എല്ലാം. ഓംലെറ്റ്, വെജ് എല്ലാം. ടൊമാറ്റോ
ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.